ഹായ്, വെൽക്കം ടു മൈത്രി ക്രിയേഷൻ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വളരെ കുറേ സമയം എടുക്കണം, കുറേ സമയം ഇളക്കിയിട്ടൊക്കെ അത് കുറുക്കിയെടുക്കാനൊക്കെ സമയം എടുക്കാം. അപ്പോൾ നമ്മൾ അധികമൊന്നും മെനക്കെടാറില്ല ഉണ്ടാക്കാം. എന്നാൽ വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പായസം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോവാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലേക്ക് പഞ്ചസാര ഇടുക. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് പഞ്ചസാര എടുക്കുള്ളൂ, കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാമെന്ന് വെച്ചിട്ട്. മിൽക്ക് മെയ്ഡിൻ്റെ പാത്രം പൊട്ടിക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അരി എടുക്കാം. ഞാനിവിടെ പച്ചരി, സാധാ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഒരു ഗ്ലാസ്സാണ് എടുത്തത്. ഒരു ഗ്ലാസ് നിറയില്ല, ഒരു 3/4 ഗ്ലാസോളം എടുത്ത് അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അത് ഈ പാലിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പാലും പഞ്ചസാരയും അരിയും കൂടിയും ഒന്നിച്ചാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഒരു 4-5 വിസിലൊക്കെ വരേക്ക് വേവിച്ചെടുത്താൽ മതി. പച്ചരി ആവുന്ന കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 4-5 വിസിലാവുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇത് ഫ്ലെയിം പോയി കഴിഞ്ഞിട്ട് ഞാനത് തുറക്കുകയാണ്. 4-5 വിസിലായി വിസിലൊക്കെ പോയതിന് ശേഷം അതിനെ തുടർന്നു. ഇനി ഒരു തവി വെച്ച് ഇളക്കണം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി മധുരം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മധുരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്തുള്ളൂ, ബാക്കി മിൽക്ക് മെയ്ഡും കുറച്ച് ചേർത്തു. ഇനി അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്താൽ മതി. ഞാനിപ്പോൾ അളന്നിട്ടൊന്നല്ല ചേർക്കുന്നത്, കുറച്ച് നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഗ്യാസ് വീണ്ടും കത്തിക്കേണ്ട ഒന്നുമില്ല, കാരണം അതിൽ ചൂടുണ്ടായിരിക്കും. അപ്പം മിൽക്ക് മെയ്ഡും നെയ്യൊക്കെ അതിനകത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ മിക്സ് ആവും. അപ്പം നമ്മളുടെ പായസം റെഡിയായി. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചിട്ട് അതിനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി. നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അധികം സമയമൊന്നും എടുക്കില്ല, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.